ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 16ാമത്തെ പാഠമായ അത്ഭുതപ്പൂത്തിരി എന്ന പാഠഭാഗമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം വായിക്കാം. ഔമി മധുരമായി പാടി. തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ? നീലവാനം നിറമേഘങ്ങൾ വേലുളി കണ്ടിട്ടുണ്ടോ? കടലല മേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? ഔമിയുടെ പാട്ട് കേട്ടിട്ട് നാലുപാട് നിന്ന ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയെടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. പാട്ട് തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു. കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കിയേ. ഔമി, പുന്നാരെ, തിമിങ്ങലക്കുട്ടി, ഞങ്ങൾക്കൊരാശ. എന്താ നിങ്ങളുടെ ആശ? പറയട്ടെ. ആശ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? ആഗ്രഹം. കുഞ്ഞു മത്സ്യങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഔമി അവരോട് ചോദിക്കുന്നു. പക്ഷികളെ കണ്ടിട്ടില്ലേ എന്ന് കുഞ്ഞു മത്സ്യങ്ങൾ ഔമിയോട് ചോദിച്ചു. അപ്പോൾ ഔമി എന്താ മറുപടി പറഞ്ഞത്? ഉണ്ട് എന്ന് പറയുന്നു. പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. പക്ഷികൾ കാണുന്ന പോലെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഞങ്ങൾക്കും കാണണമെന്ന് കുഞ്ഞു മത്സ്യങ്ങൾ പറയുന്നു. ഔമിക്ക് അത് കേട്ട് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ് എന്ന് കുഞ്ഞു മത്സ്യങ്ങൾ ഔമിയോട് പറയുന്നു. ഔമി അതിനെക്കുറിച്ച് എന്ത് ചെയ്തു? ആലോചിച്ചു. എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഔമി കുഞ്ഞു മത്സ്യങ്ങളോട് പറഞ്ഞു. കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. എന്നോടൊപ്പം മുകൾ പരപ്പിൽ അടുത്തേക്ക് വരൂ. ഞാൻ വെള്ളത്തിൽ അല്പം താഴും. അപ്പോൾ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം. അവർ അങ്ങനെ ചെയ്തു. റെഡി, 1 2 3. അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു. കുഞ്ഞു മത്സ്യങ്ങൾ ഔമിയുടെ മുതുകിൽ കയറി. അപ്പോൾ ഔമി എന്താ മക്കളെ ചെയ്തത്? മുകളിലേക്ക് വെള്ളം ചീറ്റി. വളരെ ശക്തിയായി വെള്ളം ഉയർന്നു പൊങ്ങി. ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും. പൂത്തിരി കത്തി ചിതറുന്നതുപോലെ 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. ശക്തിയായി ഉയർന്നു പൊങ്ങിയ വെള്ളത്തിൽ കുഞ്ഞു മത്സ്യങ്ങളും കുഞ്ഞു വെള്ളത്തുള്ളികളും എന്തു ചെയ്തു? 4 ഭാഗത്തേക്കും ചിതറി. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുതപ്പൂത്തിരി. ശക്തിയായി ഉയർന്നു പൊങ്ങിയ വെള്ളത്തിൽ 4 ഭാഗത്തേക്കും ചിതറിയ കുഞ്ഞു മത്സ്യങ്ങളും കുഞ്ഞു തുള്ളികളും സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ മിന്നിത്തിളങ്ങി. അവ വെള്ളപ്പൂത്തിരി പോലെ കാണപ്പെട്ടു. അവ ഒരു അത്ഭുതപ്പൂത്തിരിയായിട്ട് അനുഭവപ്പെട്ടു. നീലവാനം നിറമേഘങ്ങൾ വേലുളി കാണുമോ വേഗം. നീല നിറത്തിലുള്ള ആകാശവും മേഘങ്ങളും വെയിലിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ പെട്ടെന്ന് കാണുക. കടലിലെ മേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം. കടലിലെ തിരമാലകൾക്ക് മേലെ തുള്ളിച്ചാടിക്കൊണ്ട് കരയെ വേഗം കാണുക എന്നും കുഞ്ഞു മത്സ്യങ്ങളോട് ഔമി പറയുന്നു. കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു. അതാ താഴെ വേലിൽ തിളങ്ങുന്ന തിരകൾ. നോക്കൂ, കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ. കുഞ്ഞു മത്സ്യങ്ങൾ മറ്റെന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും മക്കളെ? ആകാശത്ത് പറക്കുന്ന പരുന്തുകൾ, പമ്പരം, കപ്പലണ്ടി, പാവ എന്നിവ വിൽക്കുന്നവർ, ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യൻ, കടൽ കാണാൻ വന്ന കുട്ടികൾ, ഇവയൊക്കെ കുഞ്ഞു മത്സ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടൽക്കരയിലെ കാഴ്ചകളിൽ ആകാശം, കാറ്റ്, തിരകൾ, കടൽ തീരം ഇവയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് അവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയേ. അടുത്ത് നോക്കിയേ. കാറ്റ്. കാട്ടുമരങ്ങൾ തൻ പൂത്ത കൊമ്പിൽ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ് തീരത്തു വന്നു കടൽക്കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു വാനിടത്തിൽ. അടുത്തെന്താ? തിരകൾ. തിരകളെ പോലെ ചിരിച്ചു തുള്ളി കുഞ്ഞുങ്ങളോടുന്നു കടലിലേക്ക്. കുഞ്ഞുങ്ങളെ പോൽ ചിരിച്ചു തുള്ളി തിരതുള്ളി എത്തുന്നു കരയിലേക്ക്. അടുത്ത് നോക്കിയേ. കടൽ തീരം. മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ, വീർത്തു പൊങ്ങും ബലൂൺ പല നിറത്തിൽ. ബാക്കി ഭാഗം മക്കള് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അനുസരിച്ച് എഴുതി ചേർക്കുക. ടീച്ചർ ഒരു മാതൃക കൊടുക്കുന്നു. മഴവില്ല് കാണുന്നു പല നിറത്തിൽ, തോരണം തൂങ്ങുന്നു പല നിറത്തിൽ, കൊടികൾ പാറുന്നു പല നിറത്തിൽ. വായിക്കൂ, ചിത്രം വരയ്ക്കൂ. കടലിരമ്പം. കടൽ തീരത്തിരുന്ന് കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയും കൂടെ കൂടി. ചിത്രം മായ്ക്കാൻ തിരമാല എത്തി. മായ്ക്കല്ലേ കുട്ടി പറഞ്ഞു. എൻ്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല, തിരമാല പറഞ്ഞു. എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം. ഞാൻ കാലിൽ തൊടാൻ വരും, അപ്പോൾ നീ ഓടണം. കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട്. അമ്മയും കൂടെ കൂടി. കളിച്ച് തിരമാല കുട്ടിയെ കുളിപ്പിച്ചു. കുട്ടി തിരമാലയോട് പിണങ്ങി, മുഖം വീർപ്പിച്ചു. എന്താ പിണങ്ങിയേ? നീ എന്നെ ഉപ്പുവെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത്? തിരമാല പൊട്ടിച്ചിരിച്ചു. കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു, വലിയൊരു ശംഖ്. അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു. ഈ പാഠഭാഗത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മനോഹരമായ ഒരു ചിത്രം വരയ്ക്കുക. അടുത്ത നോക്കിയേ. കടങ്കഥ. കടലിൽ മുങ്ങി പൊന്നിൻ കിണ്ണം. എന്താണത്? അടുത്ത് നോക്കിയേ. കടലിൽ മുങ്ങി പൊന്നിൻ കിണ്ണം. എന്താ ഉത്തരം? സൂര്യൻ.
കണ്ണില്ലെങ്കിലും കരയും. ഉത്തരം എന്താണ്? മേഘം. അടുത്ത നോക്കിയേ, എൻ്റെ വക. ഇനി നമ്മളവിടെ എഴുതി ചേർക്കണം. തൂക്കാത്ത മുറ്റവും വറ്റാത്ത കിണറും കടലും കടൽ തീരവും സൂര്യനെ മറയ്ക്കും ഞാൻ പക്ഷേ ചന്ദ്രനല്ല. മേഘം. കുത്തുന്ന കാളയ്ക്ക് കണ്ണ് പിന്നിൽ. സൂചി. അടുത്ത് നോക്കിയേ, നടിക്കാം. നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ തിര വരുന്നു. തൊട്ടോടൽ കളി. വായിക്കൂ, ചിത്രം വരയ്ക്കൂ എന്ന ഭാഗത്ത് കുട്ടിയും തിരമാലയും കൂടി തൊട്ടോടൽ കളി കളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതുപോലെ നിങ്ങളത് അഭിനയിച്ച് കാണിക്കുക. മീൻ വല വലിച്ചു കയറ്റുന്നു. ഏല ഏലമാലി എന്ന് പാടിക്കൊണ്ട് വലിച്ചു കയറ്റുന്നതായിട്ട് അഭിനയിക്കുക. കടലിൽ തോണി തുഴയുന്നു. പട്ടം പറത്തുന്നു. മീൻ കുട്ടയിലാക്കി വിൽക്കുന്നു. ഔമിയും മീൻ കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം. ഇവയൊക്കെ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക. അടുത്ത നോക്കിയേ, ഏല ഏലമാലി. ഒത്തുപാടാം. എല്ലാവരും കൂടെ ഒന്നിച്ചു പാടാം. ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് എലമ്മ ഏലമാലി ഏല ഏലവന്ത്. ഒന്നാം തിര ഏലമാലി തിരമുറിച്ചേ ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലവലിച്ചേ ഏലവന്ത് അയലചാള ചൂരകോര നത്തോലി ഏലവന്ത്. ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് എലമ്മ ഏലമാലി ഏല ഏലവന്ത്. രണ്ടാം തിര ഏലമാലി തിരമുറിച്ചേ ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലമലിച്ചേ ഏലവന്ത് പരവകൊഞ്ച് മോതമീന് ആവോലി ഏലവന്ത്. ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് എലമ്മ ഏലമാലി ഏല ഏലവന്ത്. മൂന്നാം തിര ഏലമാലി തിരമുറിച്ചേ ഏലവന്ത് വലയെറിഞ്ഞേ ഏലമാലി വലവലിച്ചേ ഏലവന്ത് മത്തി കരിമീൻ കണവ സ്രാവ് ഏലവന്ത്. ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് എലമ്മ ഏലമാലി ഏല ഏലവന്ത്. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്